ഞങ്ങളൊരു 10 വർഷമായിട്ട് വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് അങ്ങ് താഴ്ചയിലുള്ളൊരു സ്ഥലമായിരുന്നു. വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. വഴി നമ്മൾ എത്ര പ്രാവശ്യം വഴി വെട്ടിയാലും മഴ വരുമ്പോഴത്തേക്കും ആ വഴിയെല്ലാം മണ്ണിടിഞ്ഞ് വീണ് വണ്ടി ഇറങ്ങാൻ മേലാത്ത ഒരവസ്ഥയിലുള്ളൊരു സ്ഥലമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇറങ്ങി താഴേക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം അറ്റാക്ക് വന്നപ്പോൾ നടന്ന് കയറി കുറച്ച് മുകളിലേക്ക് കയറി പോയിട്ടാണ് വണ്ടിയിൽ കയറി പോകേണ്ട ഒരവസ്ഥ വന്നത്. അപ്പോൾ ശ്വാസം മുട്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ് അന്ന് ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ സാധിച്ചത്. തൽഫലമായിട്ട് അന്ന് മുതലേ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് ഈ സ്ഥലമൊന്ന് വിറ്റിട്ട് കുറച്ച് മുകളിലേക്ക് കയറി ഒരു വീട് വെച്ചിരുന്നെങ്കിൽ, റോഡ് സൈഡിലൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് വണ്ടി വരാനും എന്തെങ്കിലും ആശുപത്രി കേസ് കെട്ടുകളോ എന്ത് ആവശ്യത്തിനും ഒരു വലിയ ഉപകാരമാകുമായിരുന്നല്ലോ എന്നെപ്പോഴും മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് കിട്ടിയ വിശുദ്ധ ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടണേ മാതാവേ, അമ്മ ഈശോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന്. തൽഫലമായിട്ട് ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വിൽക്കുവാനായിട്ട് സാധിച്ചു. അതിലേറെ പ്രത്യേകമായിട്ട് ആ സ്ഥലം വിറ്റതിലൂടെ 23 വർഷമായിട്ട് വീടിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു അടുത്ത ബന്ധു ഉണ്ടായിരുന്നു. ആവശ്യ നേരത്ത് അവർക്കൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ആ വീട് വിറ്റ പൈസയുടെ കുറച്ച് കൊടുത്ത് സഹായിക്കാനായിട്ട് സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും എനിക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി നന്ദി പറയുകയാണ് ഞാൻ. വീടില്ലാതിരിക്കുന്ന അവസ്ഥയും വീടും സ്ഥലമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലൂടെ നമുക്ക് അവരെ കുറച്ച് സഹായിക്കാനായിട്ട് സാധിച്ചു. കോടാനുകൂടി നന്ദി പറയുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും.